ഞാൻ മോളുടെ മാർക്ക് ലിസ്റ്റ് കണ്ടായിരുന്നു. മാർക്കുകളൊക്കെ ഒത്തിരി കുറവാണ്. എനിക്കറിയാം ടീച്ചർ, ഞങ്ങൾ വീട്ടിൽ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾക്ക് അക്ഷരങ്ങൾ എപ്പോഴും തിരിഞ്ഞു പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ബിക്ക് പകരം ഡി എഴുതുക, ഡിക്ക് പകരം ബി എഴുതുക. കുറേ ട്രൈ ചെയ്യുന്നുണ്ട് ടീച്ചർ. എന്തായിരിക്കും ഈ പ്രോബ്ലം? എന്താ ചെയ്യേണ്ടത് ഞങ്ങളിതിന്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഫീച്ചേഴ്സായിട്ടാണ്. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കുട്ടിക്ക് എന്താണ് വേണ്ടത്, എന്താ പ്രശ്നമെന്ന് കണ്ടെത്തുക, അതിന് വേണ്ട തെറാപ്പി കൊടുക്കുക. ഓക്കെ. Hi all, I'm Ashika, working as a psychologist at Swaracare Rehabilitation Center. ഈ അമ്മയുടെ അതേ കൺസേൺ ആണോ നിങ്ങൾക്കും? നിങ്ങളുടെ കുട്ടികൾക്കും പഠിക്കുമ്പോൾ എല്ലാ ഏരിയയിലും, അതായത് മാത്സ് ചെയ്യുന്നതിനും എഴുതുന്നതിനും വായിക്കുന്നതിനൊക്കെ ഡിഫിക്കൽട്ടി അനുഭവപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ അത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന കണ്ടീഷനായിരിക്കും. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി? നിങ്ങളുടെ കുട്ടികൾ എഴുതുമ്പോൾ അക്ഷരങ്ങൾ തമ്മിൽ തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ സ്പേസിങ് കറക്റ്റ് ആവാതെ വരിക, വായിക്കുമ്പോഴാണെങ്കിലോ ഏതെങ്കിലും വാക്കുകൾ മിസ്സായി പോവുക, ശ്രദ്ധിക്കാതെ ഏതെങ്കിലും അക്ഷരങ്ങൾ തമ്മിൽ തിരിഞ്ഞു വായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലേണിംഗ് ഡിസബിലിറ്റിയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ കണക്കുകൾ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുമ്പോൾ തമ്മിൽ മാറിപ്പോകുന്നതോ, കണക്കുകൾ ചെയ്യുന്നത് മനസ്സിലാക്കാതെ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കാൽക്കുലിയ എന്ന ലേണിംഗ് ഡിസബിലിറ്റിയിൽ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെറിയ പ്രായത്തിലെ നമ്മൾ കുട്ടികളിൽ ഈ ഇഷ്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാനാകും. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ വളരുമ്പോൾ അവർക്ക് ബസ്സിൽ ബോർഡ് വായിക്കാനോ ഹോട്ടലിലെ മെനു ബോർഡ് വായിക്കാനോ പിന്നെ കണക്കുകൾ ചെയ്യാനോ മിനി പർച്ചേസിങ്ങിന് പോലും പോകാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടി അനുഭവപ്പെടാം. അപ്പോൾ എത്രയും വേഗം കുട്ടികളിൽ ഈ ഒരു ഇഷ്യൂ നമ്മൾ നേരത്തെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പ്രൊഫഷണൽ ഹെൽപ്പ് അവർക്ക് എത്രയും വേഗം കണ്ടെത്തി കൊടുക്കുക.